ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റംസുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കക്ഷിയുണ്ട്. ആ കക്ഷിയുടെ ഉപദ്രവം നമ്മളെ വല്ലാതെ ബാധിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ കക്ഷിയെ ഒഴിവാക്കാനുള്ള ഒരു ട്രാപ്പാണ്, ഒരു കെണിയാണ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. ഈ കക്ഷി ആരാന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നല്ലേ? കക്ഷി ആരാണ് നമുക്ക് അങ്ങനെ പെട്ടെന്ന് പറഞ്ഞുകൂടാ. പറഞ്ഞു കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ കക്ഷിയുടെ താമസം ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അദ്ദേഹം അത് കേൾക്കും. ചിലപ്പോൾ ട്രാപ്പ് കണ്ട് പേടിച്ച് പുള്ളി ഇവിടുന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കക്ഷി ആരാന്ന് ഞാൻ വളരെ പതുക്കെ പറയാം. ഒരു പെരിച്ചാഴിയാണ്. ഓക്കെ, ആളെ മനസ്സിലായില്ലേ? അപ്പോൾ അദ്ദേഹത്തെ ഒഴിവാക്കാനുള്ള നമ്മുടെ ട്രാപ്പ് നമുക്ക് തയ്യാറാക്കാം. ഇവിടെ ഒരു വേസ്റ്റ് കുഴിയുണ്ട്. ഈ വേസ്റ്റ് കുഴിയുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി നമ്മുടെ കക്ഷി കണ്ടുപിടിച്ച ഒരു മാർഗമാണ് ഇവിടെ നിന്നും ഒരു തുരങ്കം പണിയുക എന്നുള്ളത്. ഈ തുരങ്കത്തിനുള്ളിലാണ് കക്ഷി കുറേ കാലമായി വാസം. ഇദ്ദേഹത്തെ ഇവിടെ നിന്നും ഒഴിവാക്കിയില്ലെങ്കിൽ നമ്മുടെ വേസ്റ്റ് കുഴിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും എന്നതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഒഴിവാക്കാൻ നമ്മൾ നിർബന്ധിതരായത്. ഒരു പക്ഷേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, ഒരു ചെറിയ കക്ഷിയെ ഒഴിവാക്കാൻ ഇത്രയേറെ തന്ത്രപ്പാട് ആവശ്യമുണ്ടോ എന്ന്. എന്നാൽ ഞാനിപ്പോൾ നിർമ്മിക്കുന്ന ഈ ട്രാപ്പ് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അത് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നൊരു ലക്ഷ്യം കൂടി ഈ വീഡിയോയുടെ പിന്നിൽ ഉണ്ട്. അതുകൊണ്ടാണ് അല്പം കഷ്ടപ്പെട്ടാലും കുറച്ച് വിശദമായി തന്നെ ഇത് നിർമ്മിക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. കുറേയേറെ വസ്തുവകകൾ ഇതിന് നമുക്ക് ആവശ്യമുണ്ട്. അലക ആവശ്യമുണ്ട്, അതുപോലെ പലക ആവശ്യമുണ്ട്. ട്രാപ്പ് ഉണ്ടാക്കുന്ന സ്ഥലം നല്ല ലെവലിൽ മണ്ണ് കിളച്ച് വൃത്തിയാക്കേണ്ടതാണ്. ഇത്തരത്തിലൊരു പലക നമുക്ക് ആവശ്യമുണ്ട്. ഈ പലക നിലത്തിട്ട് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ നിലത്ത് ചേർന്ന് കിടക്കണം. അതിനായിട്ടാണ് നമ്മൾ നിലം കിളച്ച് നിരപ്പാക്കിയത്. അല്പം പോലും ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല. ഈ ട്രാപ്പ് നിർമ്മിക്കുന്നതിന് ആവശ്യമായ സാമഗ്രികൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് ഒരു ശകലം വലിപ്പത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾ വിചാരിക്കും നമ്മുടെ കക്ഷിയെ പിടിക്കാൻ വേണ്ടി ഇത്രയും വലിയ സാമഗ്രികൾ ആവശ്യമുണ്ടെന്ന്. പക്ഷേങ്കിൽ ഇതിന്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് നമ്മുടെ കക്ഷിയുടെ വലിപ്പം നമുക്ക് കൂട്ടാം. ഏത് വലിയ കക്ഷിയെ നമുക്ക് വീതിക്കാം. അതിനനുസരിച്ച് നമ്മുടെ വസ്തുക്കളുടെ വലിപ്പവും ഭാരവും ഒക്കെ കൂട്ടിയാൽ മാത്രം മതിയാവും. ഓക്കെ, നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് കാണിച്ചു തരാം. ആദ്യമായി നമുക്ക് ഇത്തരത്തിൽ 2 മരത്തൂണുകൾ ആവശ്യമുണ്ട്. അതിന്റെ മുകളിൽ വെക്കാൻ വേണ്ടി ഒരു ഇഴ ഇത്തരത്തിലൊരെണ്ണം ആവശ്യമുണ്ട്. അതിന് ഈ പലകയുടെ വീതിയെ കഴിഞ്ഞും അല്പം നീളം കൂടുതൽ ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ഇത്തരത്തിലൊരു കുറ്റി ആവശ്യമുണ്ട്. ഇത്തരത്തില് ഒരു വടി നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ഇതുപോലെ ഒരു അലക് ചെത്തിയത്, അല്ലെങ്കിൽ മുളയോ കമ്പോ എന്തായാലും കുഴപ്പമില്ല. ഇതുപോലത്തെ ഒരെണ്ണം ആവശ്യമുണ്ട്. കുറച്ചേറെ കുറ്റികൾ വേണം. ഇത് പല നീളത്തിലുള്ളതാണെങ്കിലും കുഴപ്പമില്ല. ഇത് കുറച്ചേറെ തന്നെ വേണ്ടി വരും. ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അല്പം വള്ളി വേണം. ഇതുപോലെ കുറച്ച് കയറ് വേണം. ഇനിയുള്ള വസ്തുക്കളെ അല്പം വിശദമായിട്ട് നമുക്കൊന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. അത് അടുത്തൊന്ന് കാണിക്കാം. ഇതാണ് നമ്മുടെ കെണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം. കനം വളരെ കുറവായിരിക്കണം. ഒരു സ്കെയിൽ പോലുള്ള കനം ആവശ്യമുള്ളൂ. അലകു കൊണ്ടുണ്ടാക്കാം, മുളയുടെ കഷ്ണം കൊണ്ടുണ്ടാക്കാം. 2 വശങ്ങളിലും ഓരോ ഹോൾ വേണം. ഒരു ഹോൾ അല്പം വലുതും ഒരു ഹോൾ വളരെ ചെറുതും. ഇതുപോലെ 2 ആണികൾ അല്ലെങ്കിൽ ചെത്തിയെടുത്ത് നമുക്ക് ആവശ്യമുണ്ട്. അതിൽ ഈ വണ്ണം കുറഞ്ഞത് നമ്മൾ ഈ ഹോളിനുള്ളിലൂടെ ഇട്ടാൽ ഇങ്ങനെ കടന്നു പോകണം. രണ്ടാമത് വണ്ണം കൂടിയത് ഇതിന്റെ അഗ്രഭാഗം മാത്രം ഇങ്ങനെ ഇറങ്ങിയാൽ മതിയാവും. മുകളിൽ ഒരു വെട്ടിടണം, അവിടെ വള്ളി കെട്ടേണ്ടതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ട്രാപ്പിന് ആവശ്യമായ വസ്തുക്കൾ. കക്ഷിയെ പിടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ട്രാപ്പ് നമുക്ക് നിർമ്മിച്ചു തുടങ്ങാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തൂണുകളിൽ ഒരെണ്ണം കെണിയുടെ മുൻഭാഗത്ത് കുഴിച്ചിടാം.
രണ്ടാമത്തെ തൂണും കെണിയുടെ മുൻഭാഗത്ത് ആദ്യം കുഴിച്ചിട്ടതിന് എതിർഭാഗത്തായി നമുക്ക് നാട്ടാം. രണ്ട് തൂണുകളും ഒരേ ഒപ്പത്തിൽ ഒരേ പൊക്കത്തിൽ വേണം കുഴിച്ചിടാൻ. മുന്നിലത്തെ തൂണിൽ നിന്നും തയ്യാറാക്കി വെച്ചിരിക്കുന്ന പരന്ന അലകിൻ്റെ നീളം കണക്കാക്കി മൂന്നാമത്തെ കുറ്റി നമുക്ക് അടിച്ചിറക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ അലക് ഇവിടെ വെച്ച് കെട്ടേണ്ടതുണ്ട്. ഈ ആണയെ കഴിഞ്ഞും അല്പം കൂടെ ഉയരത്തിൽ വെച്ച് വേണം നമ്മളത് കെട്ടാൻ വേണ്ടിയിട്ട്. ഈ ആണ കെട്ടിക്കൊടുക്കാം. പുറകിലെ തൂണിലും നല്ല വൃത്തിക്ക് ടൈറ്റാക്കി കെട്ടിക്കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഈ അലക് രണ്ട് തൂണിലും ബലമായി മുറുക്കി കെട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അടുത്തതായി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ കുറ്റികൾ ഇവിടെ നിന്നോട്ട് അടിച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അടിച്ചു തുടങ്ങാം. നമ്മൾ കുറ്റികൾ മുഴുവൻ നല്ല വൃത്തിക്ക് അടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കെണി നിർമ്മാണത്തിന്റെ ഏതാണ്ട് 90 ഭാഗവും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കാര്യമായ ഭാഗങ്ങളൊന്നുമില്ല. ബാക്കി എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ വടിയുടെ അറ്റത്ത് ഈ കയറ് കെട്ടിപ്പിടിപ്പിക്കുക. ഇതിന്റെ മറ്റേ അറ്റത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ വണ്ണം കൂടിയ ആണി കെട്ടിപ്പിടിപ്പിക്കുന്നു. ഇനി കയർ ഉപയോഗിച്ചിട്ടാണ് ബാക്കി പണികൾ തീർക്കേണ്ടത്. നമ്മുടെ ഈ പലക ഉയർത്തി വെക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കയർ ഉപയോഗിക്കുക. എത്ര ഉയരത്തിൽ പലക പൊങ്ങി നിൽക്കണോ അതനുസരിച്ച് കയർ കുറുക്കി കെട്ടുക. ഇത്രയും ഉയരം മതിയാകും. നമ്മുടെ കക്ഷി ഇതിനുള്ളിലൂടെ വളരെ ഈസി ആയിട്ട് കടന്നു കയറി പോകണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര ഉയരത്തിൽ കെട്ടുന്നത്. വടിയുടെ അഗ്രഭാഗത്ത് ചരടിൽ കെട്ടിയിരിക്കുന്ന ആണി ഈ കുറ്റികളിൽ ഉടക്കി നിർത്തി വടി മുകളിലേക്ക് തെറിച്ചു പോകാതെ നിർത്താം. നമുക്ക് ഇതിന് മുകളിൽ നല്ല ഭാരം കയറ്റി വെക്കേണ്ടതുണ്ട്. അതിനായിട്ട് നമ്മൾ കുറച്ച് കല്ലുകൾ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ കല്ലുകൾ നമുക്ക് ഇതിന് മുകളിലേക്ക് എടുത്തു വെക്കാം. ഇത്രയും ഭാരം മതിയാകും. കാരണം നമ്മുടെ കക്ഷിക്ക് അത്ര വലിപ്പമില്ലല്ലോ. ഇനിയാണ് നമ്മുടെ ട്രാപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നമ്മൾ കിടക്കുന്നത്. ഈ ട്രാപ്പ് എങ്ങനെയാണ് നമ്മൾ കളിച്ചു വെക്കുക എന്ന് നമുക്ക് നോക്കാം. വളരെ കനം കുറഞ്ഞ് ചെത്തിയെടുത്തിരിക്കുന്ന ഈ അലക് കഷ്ണത്തിലാണ് നമ്മൾ ഈ ഭാഗത്ത് കക്ഷിയെ ആകർഷിക്കുന്ന ഫുഡ് നമ്മൾ കെട്ടിവെക്കുക. അപ്പോൾ ഈ ഫുഡ് കഴിക്കാൻ വേണ്ടി വരുമ്പോൾ ഇതിൽ ചെറിയ അനക്കം സംഭവിക്കുമ്പോഴാണ് നമ്മുടെ ട്രാപ്പ് താഴെ വീഴുന്നത്. അതെങ്ങനെയാണ് സെറ്റാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. വലിയ ഹോളുള്ള ഭാഗം കെണിയുടെ ഇടതുഭാഗത്ത് വരത്തക്ക രീതിയിൽ സ്കെയിലിനെ കുറ്റികൾക്കിടയിലൂടെ അകത്തേക്ക് കടത്തി വെച്ച് ആണി കുത്തി ഉറപ്പിക്കാം. താഴെ നിന്നും 1 ഇഞ്ചോളം മുകളിലേക്ക് ഉയർത്തി വേണം ആണി ഉറപ്പിക്കാൻ. പലകയെ ഉയർത്തി നിർത്താൻ സഹായിക്കുന്ന വടി അല്ലെങ്കിൽ വില്ല് ബലമായി പിടിച്ച് ചരടിൽ കെട്ടിയിരിക്കുന്ന വണ്ണം കൂടിയ ആണി സൈഡ് അലകിൽ ഉടക്കി
നേരത്തെ നാം അടിയിലൂടെ കടത്തിവെച്ച സ്കെയിലിലെ ചെറിയ ദ്വാരത്തിൽ നൈസായി ഉടക്കി വെക്കുന്നതോടെ കെണിവൈ പൂർത്തിയായിരിക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, വളരെ നൈസായിട്ട് മാത്രമേ നമ്മുടെ ആണി ദ്വാരത്തിൽ കൊള്ളിച്ചു വെക്കാൻ പാടുള്ളൂ. കക്ഷി വന്ന് തീറ്റയിൽ തൊട്ടാൽ ഉടൻ കെണി പ്രവർത്തിക്കണമെങ്കിൽ ചെറിയ ഒരു പിടുത്തം മാത്രമേ ആണിയും സ്കെയിലും തമ്മിൽ പാടുള്ളൂ. കെണി വെക്കുന്ന സമയത്ത് കുട്ടികളെയോ മറ്റ് കാഴ്ചക്കാരെയോ കെണിയുടെ മുന്നിൽ നിർത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കെണിയുടെ വില്ല് വളരെ ശക്തിയായി തെറിച്ചു വരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഇക്കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നത്. കെണി വച്ചതിന് ശേഷം പലകയുടെ അടിയിൽ കൈകൾ കടത്തി ഒരു പണിയും ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അപകടമുണ്ടാക്കും. കെണിയുടെ പണി പരിപൂർണമായിട്ടും പൂർത്തിയായിരിക്കുകയാണ്. നമുക്കിതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുക എന്നുള്ളത്. കെണി വീഴിക്കാൻ വേണ്ടി നമ്മുടെ കക്ഷി വന്നിട്ടുണ്ട്. അതാ കമ്പ് വെച്ച് ട്രയൽ എടുത്തോ. ഏതു വലിയ കക്ഷിയാണെങ്കിലും നമ്മുടെ കെണിക്കുള്ളിൽ പെട്ടിരിക്കും. കക്ഷിയുടെ വലിപ്പം കൂടുന്നതനുസരിച്ച് നമ്മൾ കെണിയുടെ വലിപ്പവും ഭാരവും ഒക്കെ കൂട്ടി കൊടുത്താൽ മാത്രം മതിയാവും. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ നമ്മുടെ കെണിയൊക്കെ ട്രയൽ എടുത്ത് നോക്കി, വളരെ സക്സസ്ഫുൾ ആണ്. ഇനി രാത്രി നമ്മുടെ കക്ഷി ഇങ്ങോട്ട് വന്നാൽ മാത്രം മതി. അപ്പോൾ ഇതിനേക്കാളും ഗംഭീരമായിട്ട് നമുക്ക് ഫുഡൊക്കെ വെച്ച് നമ്മുടെ കക്ഷിക്ക് വേണ്ടിയിട്ട് ഈ കെണി ഒരുക്കി വെക്കാം. അപ്പൊ നമുക്ക് രാത്രി കാണാം. നേരെ സന്ധ്യയായിരിക്കുന്നു. നമുക്ക് കക്ഷി വരാനുള്ള സമയമായിട്ടുണ്ട്. നമ്മുടെ കെണി നമുക്ക് ഒരുക്കി വെക്കാം. അതിനായിട്ട് നമ്മൾ മുമ്പേ വിട്ട തേങ്ങ കൊടുത്തിട്ടുണ്ട്. ഈ കമ്പിലാണ് നമ്മുടെ തേങ്ങ വെച്ച് കിട്ടുന്നത്. ചുട്ട തേങ്ങയാണ്. ഈ നൂല് ഉപയോഗിച്ച് കെട്ടാം. നല്ലപോലെ മുറുക്കി കെട്ടണം. കക്ഷി ഇതിൽ കടിക്കുന്ന സമയത്ത് തേങ്ങ ഇളക്കി കളിക്കാൻ പാടില്ല. നമ്മൾ നന്നായി മുറുക്കി കെട്ടി കഴിഞ്ഞിരിക്കുകയാണ്. കെണി വെക്കുന്ന രീതിയൊക്കെ നമ്മൾ ട്രയൽ എടുത്തപ്പോൾ ചെയ്തതുപോലെ തന്നെയാണ്. അതുപോലെ തന്നെ ശ്രദ്ധിച്ച് ചെയ്താൽ മതിയാകും. നമ്മുടെ കക്ഷിയെ ആകർഷിക്കുന്നതിനായി കുറച്ച് ചുട്ട തേങ്ങയുടെ പൊടിയൊക്കെ ഇവിടെയെല്ലാം ഒന്ന് വെതറി കൊടുക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മള് കെണിയെല്ലാം മുഴുവൻ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ കക്ഷി ഒന്ന് വീണാൽ മാത്രം മതി. അപ്പൊ നമ്മുടെ കക്ഷി നാളെ രാവിലെ വീഴോ ഇല്ലയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ നമുക്ക് എന്തായാലും കാത്തിരിക്കാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ നമ്മുടെ കെണിയൊക്കെ അന്ന് ഒരുക്കി വെച്ചിരുന്നു. പക്ഷെ നമ്മുടെ കക്ഷി അന്നൊന്നും വന്നില്ല. അത് കഴിഞ്ഞ് 2 ദിവസത്തേക്ക് നമ്മുടെ കക്ഷിയെ കാണാൻ പോലും ഇല്ലായിരുന്നു. അപ്പൊ നമ്മൾ നമ്മുടെ ആത്മവിശ്വാസം ഒന്നും കൈവിട്ടില്ല. ഇന്ന് 3-ാമത്തെ ദിവസം രാവിലെ നോക്കുമ്പോൾ എന്തായാലും നമ്മുടെ കെണി വീണിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ കക്ഷി ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം.
കിടപ്പ് കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും. പക്ഷെ എന്നാലും ഇവനെ നമുക്ക് ഒഴിവാക്കാതെ വേറെ വഴിയില്ലായിരുന്നു. കാരണം അത്ര ഉപദ്രവമായിരുന്നു പറമ്പിലൊക്കെ. പിന്നെ അത് മാത്രമല്ല ഇവൻ ഇങ്ങനെ രോഗങ്ങളൊക്കെ പരത്തുന്ന ഒരു എലിയാണല്ലോ, അതുകൊണ്ട് നമുക്ക് ഭയങ്കര ശല്യമായിരുന്നു. അതുകൊണ്ട് ഒഴിവാക്കാതെ വേറെ മാർഗം ഇല്ലായിരുന്നു. ഇത്തരം മൃഗങ്ങളെ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ പ്ലാസ്റ്റിക്കോ ഗ്ലൗസോ അങ്ങനെ എന്തെങ്കിലും കയ്യിൽ നിർബന്ധമായിരിക്കണം. അപ്പം നമുക്ക് കക്ഷിയെടുക്കാം. സങ്കടം തോന്നി. പക്ഷെ എങ്കിലും കാര്യമില്ല, കാരണം വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു നമ്മളെ. നമ്മുടെ ചേമ്പും ചേനയൊക്കെ നശിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വേസ്റ്റ് കുഴിക്കിട്ട് വേണ്ടിയിട്ട് നശിപ്പിക്കാനൊരു ശ്രമം നടത്തി. അപ്പോൾ അതൊക്കെ കാരണമാണ് നമ്മൾ അവനെ ഒഴിവാക്കിയത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇത്ര ഒരു കെണി ഇന്നത്തെ കാലത്ത് ആർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ ആ ഒരു കെണി നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നും കൂടെ ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചിരുന്നു. അപ്പോൾ 2 സക്സസ് ആയി. മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.